ഹലോ. അപ്പോൾ നമ്മുടെ ഇന്ന് സ്കിൻ കെയറിൻ്റെ 4ാമത്തെ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ ഫേസിൽ സ്ക്രബ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ ഫേസ് പാക്ക് ഇട്ടു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള കാര്യം ചെയ്യുന്നത്. എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ എന്നൊന്നും അറിയില്ല, എന്നാലും ഏകദേശം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ അലോവേര. അത് ഇങ്ങനെ കഷ്ണമാക്കാം. അലോവേര ഇല്ലയെന്നുണ്ടെങ്കിൽ നാൽപ്പാമരാതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും മതി, പക്ഷേ ഇതിൻ്റെ എഫക്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ അലോവേര ഉള്ളവർ നാളെ മറ്റന്നെങ്ങാനും എവിടെയെങ്കിലും സംഘടിപ്പിച്ച് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഫേസ് പാക്ക്, ഇപ്പോൾ നമ്മുടെ അരി കഴുകിയ വെള്ളം ഉണ്ടാവില്ലേ, അതൊന്ന് മുഖത്ത് സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് മുഖം കഴുകി ഒന്ന് മസാജ് ചെയ്യുമോ, അല്ലെങ്കിൽ പാലില്ലേ, പാലായാലും തൈരായാലും മതി, ഒന്ന് മസാജ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, ഞാൻ ഓൾറെഡി കുളിച്ചു. അപ്പോൾ ഞാൻ രാത്രി ചെയ്യാൻ വെച്ച കാര്യമാണ്, പക്ഷെ വെളിച്ചുണ്ടാവില്ല എന്നതുകൊണ്ട് മാത്രം ഞാൻ അപ്പോൾ പകൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ രാത്രി മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എന്നിട്ടാണ് ഞാൻ പുരട്ടാറുണ്ട് മെയിനായിട്ട് അലോവേര. നമ്മളിപ്പോൾ രഞ്ജിമാരൊക്കെ ഈ ഒരു അലോവേര ജെല്ലിൻ്റെ കാര്യം പറയുന്നില്ല, രാത്രി നമ്മൾ നല്ലോണം അലോവേര വെച്ച് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്ലോ കിട്ടും നമ്മുടെ സ്കിന്നിനെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ വെക്കാം, മസാജ് ചെയ്യാം. പിന്നെ അലോവേര നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ അങ്ങനെ ഒഴുകിപ്പോട് നല്ലോണം മസാജ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇപ്പോൾ 30 രൂപ മുതൽ അലോവേര ജെല്ല് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ വെച്ച് മസാജ് ചെയ്യാം. ഞാൻ നൈറ്റ് എന്തായാലും ചെയ്യും. അപ്പോൾ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ പൊട്ട് തൊട്ട ഭാഗത്ത്, ലിപ്സ്റ്റിക് ഇട്ട ഭാഗത്ത് നമ്മൾ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നല്ലോണം മസാജ് ചെയ്യാം. ഇത് ഒരു 5 മിനിറ്റ്സൊക്കെ നമുക്ക് മസാജ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല കേട്ടോ. നല്ല ഗ്ലോ കിട്ടും നമുക്ക്. അത്ര എഫക്റ്റീവാണ് നമ്മുടെ അലോവേര കേട്ടോ നമ്മുടെ സ്കിന്നിന്. ഇത് ഡെയിലി ഇപ്പോൾ നമ്മൾ വേറെ ചെയ്യുന്നുണ്ടെങ്കിലും, വേറെ എന്താ പറയുക ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, ഡെയിലി നമ്മൾ ഉറങ്ങുന്നതിനേക്കാളും മുന്നേ ചെയ്തിട്ട് ഉറങ്ങുന്നതിനേക്കാളും മുന്നേ നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് നമ്മളൊന്ന് ഡ്രൈ ആവില്ലേ, ഡ്രൈ ആയതിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നന്നായി മസാജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓണൊക്കെ ആകുമ്പോഴേക്കും ഇങ്ങനത്തെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഓരോന്ന് ചെയ്യാനേ നല്ല ഗ്ലോ കിട്ടും നമുക്ക്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്നത്, വീട്ടിൽ കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഓർമ്മ വന്നത്, അലോവേര ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ചെമ്പരത്തി പൂവില്ലേ, ആ ചെമ്പരത്തി പൂവ് തലയിൽ വെക്കാൻ മാത്രമല്ല നമുക്ക് അത് നന്നായി നമുക്ക് ഷാമ്പൂ പോലെ നമ്മുടെ തലയിൽ പറ്റാറില്ലേ നമ്മൾ, സെയിം സാധനം നമുക്ക് മുഖത്ത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂവിനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാൻ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ. ഞാനല്ല, എൻ്റെ അമ്മച്ചി ഉണക്കി പൊടിച്ച് വെച്ച് തന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം മസാജ് ചെയ്യുക, 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക, കഴുകിക്കളയാം. ഇത്രയുള്ള പരിപാടി. നല്ല സ്മൂത്താവും, നല്ല സ്കിന്നായിട്ട് മാറും കേട്ടോ. ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്താൽ വലിയ നമുക്ക് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ സ്കിൻ കെയർ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കുറേ പ്രോഡക്റ്റ്സ് അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങി ഉപയോഗിക്കുകയൊന്നും വേണ്ട. നമ്മളിപ്പോൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഡക്റ്റ്സ് നമ്മൾ ഉപയോഗിക്കണം. അത് സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കണം, മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം. പിന്നെ സെറവും ടോണറൊക്കെ നമുക്ക് നമ്മുടെ പൈസയുള്ള പോലെ വാങ്ങി ഉപയോഗിക്കാം. ടോണറിൻ്റെ പകരം നമ്മുടെ റോസ് വാട്ടർ ഉണ്ടല്ലോ, റോസ് വാട്ടർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി എഫക്റ്റീവാണ്. അപ്പം നിങ്ങൾ അലോവേര വീട്ടിലുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും, ബാക്കിൽ ഒരാൾ വന്ന് നിൽക്കണം, അതാണ് മെയിനായിട്ട് പ്രശ്നം. അപ്പോൾ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നാളെ 5ാമത്തെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.